ഹലോ. അപ്പം നമുക്കിപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ സമയത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാങ്ങ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്തി കൊടുക്കാം. അങ്ങനെ ഇത് ഞാനൊന്ന് ഈ നെയ്യിലൊന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് റവയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ 200 ml കപ്പിന് ഞാൻ 1 കപ്പ് റവയാണ് ചേർത്തിയിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം ഈ നെയ്യിലിട്ടിട്ട്. അപ്പം നമ്മൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത്, ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ ഇതിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ കളറാകാനൊന്നും നിൽക്കണ്ട, എന്നാൽ കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കും വേണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി ആ പാനിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് റവ അല്ല എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും പാടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്തി കൊടുക്കാം. അപ്പം നമ്മളിത് നെയ്യിൽ തന്നെ, ഓയിലിന് പകരം നെയ്യ് വേണ്ടവർക്ക് നെയ്യ് തന്നെ ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പും ചേർത്തിയിട്ടുണ്ട്. അങ്ങനെ വെള്ളം നല്ല തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റവ ഉണ്ടല്ലോ അത് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കും വേണം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടിച്ചു വെക്കാം. 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നതിന് ശേഷം നല്ലവണ്ണം തന്നെ ഒന്നും പാടെ ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും ആ റവയൊക്കെ നല്ലവണ്ണം തന്നെ വെന്ത് പാകമായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത ആ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മാങ്ങ നല്ല പഴുത്ത് നല്ല മധുരം ഉള്ളതാണെങ്കിൽ 1 കപ്പ് മതിയാവും. എല്ലാം ഉണ്ടെങ്കിൽ മധുരം കുറവാണെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും പാടെ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. അങ്ങനെ ഞാനത് പഞ്ചസാരയൊക്കെ നല്ലവണ്ണം തന്നെ റവയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴുത്ത മാങ്ങൻ്റെ പൾപ്പ് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അത് 1 കപ്പോളം ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കണം, മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുകയും ചെയ്യണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും പാടെ നെയ്യ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും പാടെ ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉണക്കമുന്തിരി ചേർത്തി കൊടുക്കാം. എന്നിട്ടൊന്നും പാടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പഴുത്ത മാങ്ങയും റവയും വെച്ചിട്ടുള്ള നമ്മളുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കുന്ന സമയത്ത് നല്ല ആ മാങ്ങയുടെ പുളിപ്പും മധുരും ഒക്കെ പാടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ കേസരിയാണിത്. അപ്പോൾ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു കേസരി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.